എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ തിരുവനന്തപുരത്ത് രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ തന്നെ കുളിച്ച് കുട്ടപ്പനായിട്ട് ഇങ്ങോട്ട് വന്ന കേട്ടോ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കേട്ടോ. ഏറ്റവും വലിയ പണക്കാരനായ ദൈവത്തിനെ കാണാൻ വന്ന സന്തോഷമല്ല. പത്മനാഭസ്വാമി ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞാൽ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആ ഒരു ക്ഷേത്രത്തിൽ വന്ന് തൊഴുക അല്ലെങ്കിൽ ആ ക്ഷേത്രം സന്ദർശിക്കുക എന്ന് പറഞ്ഞ ഒരു മഹാഭാഗ്യം തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എന്തായാലും തിരക്ക് കുറവാണ്, ഉള്ളിലൊന്ന് പോയി പ്രാർത്ഥിക്കട്ടെ കേട്ടോ. ഇത് ഇതിൻ്റെ നടവഴി കേട്ടോ, അമ്പലത്തിലേക്ക് കയറണ്ടേ നടവഴിയിലൂടെ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വഴിയിലൂടെ ഇങ്ങനെ പോയിട്ട് വേണം നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ. ഭയങ്കര സംഭവം കേട്ടോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും നിർബന്ധമായിട്ടും വന്ന് കാണേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ പത്മനാഭസ്വാമി ക്ഷേത്രം. അങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി കേട്ടോ. 2 മണിക്കൂറോളം വരിക്ക് നിന്ന് എന്നിട്ടാണ് ദർശനം കിട്ടിയത്. അപ്പോൾ ഇവിടെ തന്നെയാണുള്ളത്. ഇനി ചെരുപ്പ് എടുക്കണം, പോകണം. അപ്പോൾ ഒരുപാട് ഭക്തജനങ്ങളുണ്ട് കേട്ടോ. കൂടുതലും നോർത്ത് ഇന്ത്യൻസും അതുപോലെ എന്നുള്ള ആളുകളൊക്കെയാണ്. പിന്നെ മലയാളികൾ കുറവാണ്. പിന്നെ ഇവിടെ വരുന്ന സ്ത്രീകൾ, ചുരിദാറിട്ടൊക്കെ വരുന്ന സ്ത്രീകൾ നിർബന്ധമായിട്ട് ഒരു മേൽമുണ്ട് ധരിക്കണം കേട്ടോ. സാരി എടുത്ത് കയറുന്ന ആളുകൾക്ക് കുഴപ്പമില്ല. സ്ത്രീകൾ എന്തായാലും ചുരിദാറൊക്കെ ഇട്ട് വരുന്ന സ്ത്രീകൾ മേൽമുണ്ട് ധരിച്ചെങ്കിൽ മാത്രമേ ഉള്ളിൽ കയറ്റൂ. അതുപോലെ തന്നെ ഫോണ്, വാച്ച് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഉള്ളിൽ അനുവദിക്കില്ല കേട്ടോ. എല്ലാം പുറത്ത് ക്ലോക്ക് റൂമിൽ അഴിച്ചു വെക്കണം. ഒരു 15 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കാനുള്ള സംവിധാനം ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നലെ രാത്രി ഒരുപാട് നൈറ്റ് ഡ്രൈവ് പോയിട്ടോ. തിരുവനന്തപുരത്തിൻ്റെ പല സ്ഥലങ്ങളിലും, കോവളം ബീച്ച് ഉൾപ്പെടെ, അങ്ങനെ ശംഖുമുഖം, അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നൈറ്റ് ഡ്രൈവ് പകൽ ഇന്ന് വീണ്ടും പോകാനുണ്ട്. അപ്പോൾ ഒക്കെ ഒരു വീഡിയോസ് എടുക്കണം. അപ്പോൾ എന്തായാലും ബാക്കി കാണട്ടോ. അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹം അങ്ങനെ സാധിച്ചിട്ടോ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി തിരിച്ച് പുറത്തിറങ്ങിട്ടോ. അപ്പോൾ നല്ല അടിപൊളി വൈബാട്ടോ. ഏതൊരാളും വന്ന് കാണേണ്ട ഒരു വലിയൊരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞത്.